നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്ന് KPCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എം ലിജു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂബിലി വർഷ സമാപനവും സീറോ മലബാർ സഭ സാമുദായിക ശാക്തീകരണ വർഷ ഉദ്ഘാടനവും ഈ മാസം 18 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. മത്സ്യബന്ധനത്തിനിടെ അപകടം പറ്റിയ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യഫെഡിന്റെ സഹായം കൈമാറി. HSLM MLA അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെത്തിയാണ് ഇൻഷുറൻസ് തുക കൈമാറിയത്. ആലപ്പുഴ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിലെ 122ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും HSLM MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച പവന് 280 രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന് 1,05,440 രൂപയായി സ്വർണത്തിന്റെ വില ഉയർന്നു. GST, പണിക്കൂലി എന്നിവ കൂടി കൂട്ടുന്നതോടെ ഏകദേശം 1,19,000 രൂപയോളം ഉപഭോക്താവിന് സ്വർണ്ണാഭരണത്തിന് നൽകേണ്ടി വരും. വാർത്തകൾ വിശദമായി. ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്ന് KPCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് KPCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ റവന്യൂ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണ തരംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു. 500-ൽ പരം ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് UDFന്റെ ഭരണത്തിലാണ്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും UDF ഭരണത്തിലാണ്. 7 ജില്ലാ പഞ്ചായത്തുകൾ UDFനൊപ്പമാണ്. 4 കോർപ്പറേഷനുകൾ, അതിൽ തന്നെ കൊല്ലം കോർപ്പറേഷന്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായാണ് രൂപം കൊണ്ടതിൽ ഇതുവരെ കൊല്ലം കോർപ്പറേഷനും നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലാകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു UDF തരംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു. 10,000-ൽ പരം 13,000-ഓളം ജനപ്രതിനിധികൾ ഇന്ന് കേരളത്തിലാകമാനം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിജയം നേടിയെടുത്തതിന്റെ കാരണം? ഒന്ന്, തീർച്ചയായിട്ടും നമുക്കറിയാം, ഭരണവിരുദ്ധ വികാരം അതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. നമ്മുടെ പാർട്ടി വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത് സത്യമാണ്. മുൻപെങ്ങുമില്ലാത്തവണ്ണം ശക്തമായ മുന്നൊരുക്കം ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയിരുന്നു. ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDF ഒറ്റക്കെട്ടായി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ചതും വലിയ നേട്ടമുണ്ടാക്കാൻ കാരണമായെന്നും എം ലിജു പറഞ്ഞു. KPST ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. PS മനോജ്, B ബിജു, PA ജോൺ ബോസ്കോ, R തനുജ, C പ്രദീപ്, K രഘുകുമാർ, മിനി മാത്യു, ബിനോയ് വർഗീസ്, സോണി പവേലിൽ, S അമ്പിളി, KM അശോക് കുമാർ, VR ജോഷി, PG ജോൺ ബ്രിട്ടോ, B രാധാകൃഷ്ണൻ, V പ്രകാശ് തോമസ്, രാജീവ് കണ്ടല്ലൂർ എന്നിവർ സംസാരിച്ചു. ജൂബിലി വർഷ സമാപനവും സീറോ മലബാർ സഭ സാമുദായിക ശാക്തീകരണ വർഷ ഉദ്ഘാടനവും ഈ മാസം 18 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷം 2026 ഫെറോന തല ഉദ്ഘാടനം കരുമാടി സെന്റ് നിക്കോളാസ് പരീക്ഷ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ സുറിയാനി കത്തോലിക്ക സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിൽ ഏകദേശം 50 ലക്ഷം സീറോ മലബാർ ക്രൈസ്തവരാണ് ലോകത്തിലുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് അവർ ജീവിക്കുന്നത്. 35 രൂപതയിലായിട്ട് ജീവിക്കുന്നവരാണ് ഈ 50 ലക്ഷം സീറോ മലബാർ കത്തോലിക്കർ. അപ്പോൾ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമുദായ ശാക്തീകരണ വർഷം സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എടത്വ ഫൊറോന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നാളെ കരുമാടി സെന്റ് നിക്കോളാസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നാളെ വൈകുന്നേരം 6 മണി മുതൽ 8:30 വരെയുള്ള സമയത്താണ് കരുമാടി സെന്റ് നിക്കോളാസ് ഹാളിൽ വെച്ച് ഇത് നടത്തപ്പെടുക. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവാണ് ഉദ്ഘാടകൻ. കേരള സംസ്ഥാന ജല വിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഫൊറോനയിലെ മറ്റ് വൈദികർ, സമർപ്പിതർ,
ഇടവകയിലെ ഏകദേശം ഏറ്റവും കുറഞ്ഞത് 500ഓളം വിശ്വാസി സമൂഹം ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിനോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി വർഷത്തിന്റെ ഇടവക പ്രവർത്തനങ്ങളുടെ സമാപനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജൂബിലിയോടനുബന്ധിച്ച് 33 കർമ്മ പരിപാടികളാണ് കരുമാടി ഇടവകയിൽ നടപ്പിലാക്കിയത്. അതിന്റെ പരിസമാപ്തിയാണ് നടക്കുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ പദ്ധതികളാണ് കരുമാടി ഇടവകയിൽ കഴിഞ്ഞ 1 വർഷമായി നടപ്പിലാക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഫാദർ മാത്യു നടക്കൽ, റോയി വർഗീസ്, റജി ജോസഫ്, റൂബി ജോസഫ്, ജോസഫ് കുട്ടി, ജോണി ആന്റണി എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മത്സ്യബന്ധനത്തിനിടെ അപകടം പറ്റിയ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യഫെഡിന്റെ സഹായം കൈമാറി. അമ്പലപ്പുഴ MLA H. സലാം അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെത്തിയാണ് ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ കൈമാറിയത്. ജോലിക്കിടെ റോപ്പ് കുരുങ്ങി കൈവിരലുകളറ്റ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യഫെഡിന്റെ സഹായം കൈമാറി. പുന്നപ്ര കുന്നേൽ വീട്ടിൽ ഷോബിക്കാണ് മത്സ്യഫെഡിന്റെ മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് 5 ലക്ഷം രൂപ സഹായധനം കൈമാറിയത്. 2024 ഓഗസ്റ്റിൽ കായംകുളം NTPCക്ക് പടിഞ്ഞാറ് കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയായിരുന്നു അപകടം. H. സലാം MLA ധനസഹായം കൈമാറി. അമ്പലപ്പുഴ പുന്നപ്ര മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് D. ദിലീഷ്, മത്സ്യഫെഡ് ജില്ലാ മാനേജർ S. അനിതാകുമാരി, സംഘം ഭരണസമിതി അംഗം ശ്യാമള ജയചന്ദ്രൻ, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ രാധിക ബാലചന്ദ്രൻ, സംഘം സെക്രട്ടറി സോണിയ ഉണ്ണികൃഷ്ണൻ, P. ലതിക, LA ആതിര എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിലെ 122ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. MLAയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും MLA ചടങ്ങിൽ നടത്തി. ആലപ്പുഴ വട്ടയാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 122ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ സമൂഹം ആർജിക്കുന്നതിൽ ഏറ്റവും മികച്ചത് ഏത്, അല്ലെ ഏറ്റവും മൂല്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആ മൂല്യമുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ തലമുറ ആർജിക്കുന്ന വിജ്ഞാനമാണ്, അറിവാണ്. പുറമേക്ക് ഞങ്ങളെല്ലാം ജനപ്രതിനിധികളായി ആകുന്ന സമയത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ വികസനത്തിന്റെ ഭാഗമായിട്ട് അപേക്ഷകളെ വിട്ട് മിക്കവാറും റോഡ് പണിയണം, പാലങ്ങൾ പണിയണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾ ഭൗതികമായി പുറമേക്ക് കാണുന്ന പണിയണമെന്നില്ല. അതാണ് കിട്ടുന്ന മിക്കവാറും അപേക്ഷകൾ അങ്ങനെയിരിക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ സ്കൂളിന്റെ അപേക്ഷ തരും എന്നുള്ളതല്ലാതെ അതിന് പുറത്തുള്ള ഒരു പ്രദേശത്തുള്ള ആളുകൾ എന്നതിൽ ഞങ്ങളുടെ പ്രദേശത്ത് ഇന്ന സ്കൂള് ഇത്തിരി മെച്ചപ്പെടുത്തി ഇന്ന കാര്യം ചെയ്തു തരണം എന്ന് സാധാരണ ആവശ്യപ്പെടാറില്ല. അംഗനവാടികൾ പോലും അംഗനവാടിയുമായി ബന്ധപ്പെടുന്നവരും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ആളുകൾ ആവശ്യപ്പെടുന്നതല്ലാതെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഞങ്ങളുടെ വാർഡിലെ അംഗനവാടിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ബിൽഡിംഗ് പണിത് തരണം എന്ന് ഒരു ആവശ്യമോ അപേക്ഷയോ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തരാറില്ല. MLA കുടിവെള്ള പദ്ധതിയിൽ സ്കൂളുകൾ, ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ RO പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി H. സലാം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 98,316 രൂപ ചെലവിലാണ് വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുവാൻ ഇവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചത്. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ നറോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക എലിസബത്ത് C. ജോസഫ്, അധ്യാപക പ്രതിനിധികളായ M. ശുഭ, PS. സാജൻ, സ്കൂൾ ലീഡർ മേരി സഞ്ജന, പ്രോഗ്രാം കൺവീനർ സാന്ദ്ര തോമസ് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സ്മിത സൈമൺ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച പവന് 280 രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന് 1,05,440 രൂപയായി ഉയർന്നു. GSTയും പണിക്കൂലി എന്നിവ കൂടി കൂട്ടുന്നതോടെ ഏകദേശം 1,19,000 രൂപയോളം ഉപഭോക്താവിന് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് നൽകേണ്ടത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ സർവകാല റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. 1,05,440 രൂപയാണ് ശനിയാഴ്ചത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയായ 10%, 3% GST കൂടി ഉൾപ്പെടുത്തുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി 1,19,000 രൂപയോളം ഉപഭോക്താവ് നൽകേണ്ടി വരും. ശനിയാഴ്ച ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുടെ വർധനവുമാണ് ഉണ്ടായത്. ജനുവരി 1 ഒരു പവൻ സ്വർണത്തിന് 99,040 രൂപയായിരുന്നു.
ജനുവരി 5-നാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. കേവലം 14 ദിവസം കൊണ്ട് 6200 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കണ്ട് വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം കൂടുന്നതും ഡോളർ രൂപ വിനിമയ നിരക്കിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണമാകുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉത്സവ വിവാഹ സീസൺ കൂടി വരുന്നതോടെയും രാജ്യാന്തര സ്വർണ്ണ വിപണിയിലെ കാര്യങ്ങൾ ഇതേ രീതിയിൽ തുടരുകയോ ചെയ്താൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും സ്വർണ്ണ വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്ന് KPCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് M. ലിജു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂബിലി വർഷ സമാപനവും സീറോ മലബാർ സഭ സാമുദായിക ശാക്തീകരണ വർഷ ഉദ്ഘാടനവും ഈ മാസം 18-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. മത്സ്യബന്ധനത്തിനിടെ അപകടം പറ്റിയ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യഫെഡിന്റെ സഹായം കൈമാറി. HSLM MLA അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിലെത്തിയാണ് ഇൻഷുറൻസ് തുക കൈമാറിയത്. ആലപ്പുഴ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിലെ 122ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും HSLM MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച പവന് 280 രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന് 1,05,440 രൂപയായി സ്വർണത്തിന്റെ വില ഉയർന്നു. GST, പണിക്കൂലി എന്നിവ കൂടി കൂട്ടുന്നതോടെ ഏകദേശം 1,19,000 രൂപയോളം ഉപഭോക്താവിന് സ്വർണ്ണാഭരണത്തിന് നൽകേണ്ടി വരും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.